ആലോചിക്കുമ്പോൾ ലോഹിദാസ് സാറിന്റെ മൂവി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലെസ് സാറിന്റെ മൂവി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അന്ന് പോകുന്നു, ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അത്ര ലാഘവത്തോടെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയവരും പറഞ്ഞപ്പോൾ അന്ന് കിട്ടിയൊരു സമ്മാനം നമ്മൾ മത്സരത്തിൽ പോയി, സ്കൂളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഡാൻസും ഇതൊക്കെ ചെയ്യാറില്ല. അവിടെ പോയിട്ട് കിട്ടുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളത്, ആ ഒരു സന്തോഷം എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, TV ചാനൽ വരുന്നു സംസാരിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ അതിനൊക്കെ വലിയൊരു അതിൻ്റെ വാല്യൂ ഇപ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ തരുന്ന സന്തോഷവും അതൊക്കെ കൂടുതലാണ്. ഇപ്പോഴാണ് അതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയില് ബാലതാരങ്ങളായിട്ട് പലതിൽ വന്നിട്ടുണ്ട്. ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു തുടക്കം തന്നെ വളരെ ആ ഒരു കരിയറിൽ നമ്മൾ എടുത്തു നോക്കുമ്പം സ്റ്റാർട്ടിങ്ങിലുള്ള വേഷങ്ങളാണെങ്കിലും കുറച്ച് സീനുകളിൽ ഇപ്പം എൻ്റെ വീട് അപ്പൂൻ്റെയിലാണെങ്കിലും ഇപ്പോൾ മായാവിയിലെ ആ ഒരു ഡയലോഗ് പോലെ സിംഗിൾ ഡയലോഗ് ആണെങ്കിലും അത് നല്ലോണം ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഭ്രമരത്തിൽ തൊട്ട് കുറച്ച് സീനിൽ വന്നിട്ട് പോലും നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയ ഒരുപാട് വേഷം. ഇപ്പോൾ പളുങ്കിലൊക്കെ ഉള്ള മറ്റേ അത് നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങൾ വേറെ. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ കുറേ വർഷം ഇങ്ങനെ നമ്മൾ സിനിമയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നു. ഇപ്പോൾ വിഷ്ണുവാണെങ്കിൽ അതിൻ്റെ പല മേഖലകളിലൂടെ കടന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ലുക്ക് ബാക്ക് ഒക്കെ ചെയ്യാനുള്ളൊരു സമയം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ അപ്പം തൊട്ട് തുടങ്ങിയതല്ലേന്ന്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു ഇനി സിനിമയിൽ. അപ്പം അന്ന് തുടങ്ങിയതാണല്ലോ എന്നൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിച്ച് ഒരുപാട് പ്രായമില്ല. ഇപ്പോഴും ലൈവായിട്ട് പോകുന്നുണ്ടല്ലോ, രസമായിട്ട്. അത് തന്നെ വലിയ ഭാഗ്യം. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതിൽ പുതിയ പുതിയ റോളുകൾ വരുന്നു. ഇപ്പം ഈ സിനിമയിൽ ആദ്യമായിട്ട് നമ്മൾ നിർമ്മാതാവ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ നിർമ്മാതാവ്. ഇപ്പം അതിൻ്റെ ഇതുവരെ ഒരു സിനിമയുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നതാണ് നമ്മളുടെ ഒരു രീതിയും. അങ്ങനെയാണ് ഇതുവരെ എല്ലാ സിനിമയ്ക്കും നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആകുമ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പഠിച്ചു. അതെ, അടുത്ത മേഖല കൂടി. അതെ, ഇതിൻ്റെ ബിസിനസ് വൈസ് ആയിട്ട് അങ്ങനെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ പറഞ്ഞ അതല്ല അല്ല ഇപ്പൊ ചോദിച്ചില്ലേ ലുക്ക് ബാക്ക് ചെയ്യാറുണ്ടോ വർഷം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായി എന്നുള്ളതൊരു സമയം ആലോചിക്കും. പക്ഷെ അത് മാറ്റി നിർത്തിയിട്ടും നമ്മൾ വിചാരിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് എത്തിയത്. ഈ അടുത്താണ് ഞാൻ സിനിമ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഇഷ്ടം അത് മീൻ സിനിമ ഇഷ്ടം ഉണ്ടായിരുന്നു, മീൻ അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോവായിരുന്നു. ഇപ്പോൾ നമ്മൾ സിനിമ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ലോഹിദാസ് സാറിന്റെ മൂവി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലെസ് സാറിന്റെ മൂവി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അന്ന് പോകുന്നു, ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അത്ര ലാഘവത്തോടെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇൻ്റർവ്യൂവിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയവരും പറഞ്ഞപ്പോൾ അന്ന് കിട്ടിയൊരു സമ്മാനം നമ്മൾ മത്സരത്തിൽ പോയി, സ്കൂളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഡാൻസും ഇതൊക്കെ ചെയ്യാറില്ല. അവിടെ പോയിട്ട് കിട്ടുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളത്, ആ ഒരു സന്തോഷം എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, TV ചാനൽ വരുന്നു സംസാരിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ അതിനൊക്കെ വലിയൊരു അതിൻ്റെ വാല്യൂ ഇപ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ തരുന്ന സന്തോഷവും അതൊക്കെ കൂടുതലാണ്. ഇപ്പോഴാണ് അതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും. അല്ല അന്ന് അത് കിട്ടിയത് അങ്ങ് പോയി, ഇപ്പൊ ഒന്നുമില്ല. അറിഞ്ഞില്ല, അന്ന് വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ വേറെ കോമഡി. ഞാനന്ന് 5ാം ക്ലാസ് ആ സമയത്തൊക്കെയാണ്. അപ്പൊ ഞാൻ വെയിറ്റ് നമ്മൾ സാധാരണ സമ്മാനം സ്റ്റേജിൽ പോയി വാങ്ങിക്കണ പോലെ വാങ്ങിക്കാൻ പോയി. ഞാൻ കൈ വെച്ചു, കൈ ഇങ്ങനെ താഴേക്ക് പോയി. വീഡിയോയിൽ അന്നത്തെ വീഡിയോ തന്നെ അറിയാം, കൈ താഴേക്ക് പോയി. ഞാൻ അത്ര പ്രതീക്ഷിക്കുന്നില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിന്, എന്നെ കൊണ്ട് ഇതാവുന്നില്ല. അപ്പം അതിനെ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ അയ്യോ ഒരു വാക്ക് കിട്ടുന്നില്ലല്ലോ, അതിനെ റിയാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ ആ വെയിറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ സാധനം എന്നുള്ളതാണ്. വളർന്നു പക്ഷെ ഇന്നിപ്പോ ക്യാരക്ടേഴ്സ് അല്ല മീൻ നമ്മൾ ജേർണി ആണല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട് അതൊരു പ്രൊഫഷൻ ആയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങിയോ അതോ? തുടങ്ങി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ CA നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷൻ അങ്ങനെയും ആലോചിക്കാം. സിനിമ കിട്ടിയില്ലേ നമ്മൾ പിടിച്ചു നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം എന്നുള്ളൊരു ചിന്തയും അതുണ്ട്. അപ്പോൾ ഞാനത് സിനിമ നമുക്ക് അന്നൊക്കെ എനിക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു. ഇപ്പൊ കൊല്ലത്തിലൊരു സിനിമ വരുന്നു, ചെയ്യുന്നു, പോകുന്നു, അത്ര വരുന്നത് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല സിനിമകൾ കിട്ടിയെന്നുള്ളത് സന്തോഷവും ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇനി സിനിമ തന്നെയാണ്, സിനിമ കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ സിനിമ തരുന്ന സന്തോഷം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്.
അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. സിനിമയുടെ പല മേഖലകളെ കുറിച്ചും അല്ലെങ്കിൽ അത് എങ്ങനെ ക്രാഫ്റ്റ് ആവുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് കൂടുതൽ വേറെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇനി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ഇടിയൻ ചന്തുവിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇനി പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളത് കാണുമ്പോൾ അതൊരു നെക്സ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അതിന്